അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. 4ാം ദിവസമാണത്. ഇപ്പം നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ്, അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറ്റിറ്റി എന്താണ്, അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ്ങിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി ഇതിനെ പറ്റിയുള്ള ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 7 മണിയുടെ ക്ലാസ്സിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടുപോകാം. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങി ചെയ്യാം. അപ്പം ഇതിനിടയ്ക്ക് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. ഇത് വിക്ടേഴ്സ് ചാനലിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണുക. അപ്പം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും. എൻറ്റിറ്റി എന്താണ്? എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഡെഫിനറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സാധനത്തെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്പനിയാവാം, അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാം. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്ന കാര്യം, ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡന്റിഫൈഡ് ബിസിനസ് എന്റർപ്രൈസ് ലൈക്ക് വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ITC ലിമിറ്റഡ്, കല്യാൺ സിൽക്ക് എക്സെട്ര. ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരു എൻറ്റിറ്റി ആയിട്ട് പറയാം. ഒരു ബിസിനസ് സ്ഥാപനമാണ്. പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോർപ്പറേഷൻ, പാർട്ണർഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പാർട്ണർഷിപ്പ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളതും എല്ലാം ഇതിനെക്കുറിച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനെയാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു ഐഡന്റിഫയബിൾ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഡെഫിനറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൻറ്റിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇങ്ങനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് ഓൾവേസ് ഡിവൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ബിസിനസ് എൻറ്റിറ്റി. ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ നമ്മളൊരു അക്കൗണ്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിക്കാവാം, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാവും എപ്പോഴും ഒരു എൻറ്റിറ്റി, നമ്മൾ അക്കൗണ്ടിംഗ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി അക്കൗണ്ടിംഗ് എൻറ്റിറ്റി എന്നുള്ള പേരിലും പറയുന്നത് ഓൾസോ കോൾഡ് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥാപനത്തിന്, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ഇതുപോലെ തന്നെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ വലിയ വലിയ സ്ഥാപനങ്ങളാണോ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളാണോ, രണ്ടും ബിസിനസ് സ്ഥാപനങ്ങളാണ്. അതിന്റെ സൈസ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ബിസിനസ്, ലാർജ് സ്കെയിൽ ആണെങ്കിലും സ്മോൾ സ്കെയിലുള്ള ബിസിനസ് ആണെങ്കിലും നമ്മളവിടെ അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടിങ് എൻറ്റിറ്റിക്ക് പ്രാധാന്യമാണ്. അടുത്തത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന പണപരമായ മൂല്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഒരു ബിസിനസ് നടത്തുന്നത്. The term business transaction means a financial transaction or economic event involving some value between two or more entities. ഇവിടെ പണപരമായ മൂല്യങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ. പണപരമായ മൂല്യമുള്ള എന്തെങ്കിലും കാര്യം ബിസിനസ് നടത്തുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പണപരമായ ട്രാൻസാക്ഷൻ. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപരമായ മൂല്യമുള്ള ട്രാൻസാക്ഷൻ. അങ്ങനെ ഒരു ബിസിനസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം തന്നെ നമുക്ക്
ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. എക്കണോമിക് ഇവന്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. നമുക്ക് രണ്ട് സ്ഥാപനങ്ങൾ ആവാം, അതിൽ കൂടുതൽ സ്ഥാപനങ്ങൾ തമ്മിൽ ഉള്ള, അതായത് പർച്ചേസ് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. വേറൊരു അക്കൗണ്ടിങ് എൻറ്റിറ്റി അവിടെയുണ്ട്, നമ്മളൊരു അക്കൗണ്ടിങ് എൻറ്റിറ്റിയാണ്. അപ്പോൾ രണ്ട് അക്കൗണ്ടിങ് എൻറ്റിറ്റി തമ്മിലുള്ള ട്രാൻസാക്ഷൻ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടും. It can be transaction like purchase of goods, receipt of money, payment to a creditor, etc. It is a financial event expressed in terms of money which brings a change in the financial position of the enterprise. ഇവിടെ പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതേപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് മണി. നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ അത് പേയ്മെന്റ് ഓഫ് ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് ആർക്കെങ്കിലും ഒരു പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന പേരിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ടേംസ് ഓഫ് മണി പണപരമായി നമുക്ക് അളക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചേഞ്ച് ഇൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുണ്ട്, ഞാൻ എൻ്റെ കീഴിലുള്ള സ്റ്റാഫിന് ഞാൻ എന്ത് ചെയ്തു, ഒരു 100 രൂപ സാലറി ആയിട്ട് അല്ലെങ്കിൽ വേജ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു സ്റ്റാഫിന് സാലറി കൊടുത്തപ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ 1000 രൂപ എന്നുള്ളത് 900 രൂപയായി പോകും. കാരണം എൻ്റെ കയ്യിൽ എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത് 1000 രൂപയാണ്. അതിൽ നിന്ന് എൻ്റെ സ്റ്റാഫിന്, ബിസിനസിന്റെ സ്റ്റാഫിന്, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ സ്റ്റാഫിന് 100 രൂപ കൊടുത്തപ്പോൾ എൻ്റെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ 100 രൂപ കുറഞ്ഞ്, 1000 രൂപയിൽ നിന്ന് 100 രൂപ കുറഞ്ഞ് 900 രൂപയായിട്ട് മാറി. അപ്പൊ എൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, എൻ്റെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയുള്ള ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, എനിക്ക് ആരെങ്കിലും ഇങ്ങോട്ട് പൈസ തന്നു, ഒരു റെന്റായിട്ട് എനിക്ക്, ഞാൻ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി അതിന്റെ റെന്റായിട്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ തന്നു, ഒരാൾ പൈസ തന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുന്നു, 500 രൂപയാണ് തന്നത്. അപ്പം എൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ളത് 1000 രൂപയാണ്, ഒരാൾ 500 രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നു. അങ്ങനെയാകുമ്പോൾ എൻ്റെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ 500 രൂപ കൂടി 1500 രൂപയായിട്ട് മാറും. അപ്പോഴും എൻ്റെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കൂടുകയാണ് ചെയ്യുന്നത്, ചേഞ്ച് ഉണ്ടാകും, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പണപരമായ മൂല്യമുള്ള ട്രാൻസാക്ഷനെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അതായത് ക്യാഷ് ഇങ്ങോട്ട് തരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ, പണപരമായ ട്രാൻസാക്ഷൻ ആവും, അല്ലെങ്കിൽ കടമായിട്ടുള്ള ട്രാൻസാക്ഷൻ, കടം പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ. ഞാൻ പിന്നെ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് കടമായ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്. കടമായ സാധനങ്ങൾ നമ്മൾ വിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പൈസ പിന്നീട് നമുക്ക് കിട്ടും, നമ്മുടെ അടുത്ത് സാധനങ്ങൾ പോയിട്ടുണ്ട്, അപ്പം പിന്നീട് നമുക്ക് ആ പൈസ കിട്ടും. അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. പണപരമായ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടമായി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾസ്, കുറെ എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ, പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹2000 ഫ്രം രാജൻ. രാജൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് 2000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. രാജൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് 2000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, രാജൻ 2000 രൂപ നമ്മൾ കൊടുക്കണം. അതേസമയം നമ്മുടെ ബിസിനസ്സിലേക്ക് 2000 രൂപയുടെ സാധനങ്ങൾ ബിസിനസ്സിലേക്ക് വരികയും ചെയ്തു. അത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, പണപരമായ മൂല്യമുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. കാരണം 2000 രൂപയുടെ സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അതേസമയം തന്നെ നമുക്ക് രാജന് 2000 രൂപ കൊടുക്കുകയും വേണം. പണപരമായി നമുക്ക് അളക്കാൻ പറ്റും. അതുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഒരു ക്യാഷിന് കൊടുത്തു, ക്യാഷ് വാങ്ങിയിട്ട് കൊടുത്തു. നമ്മുടെ അടുത്ത് സാധനങ്ങൾ പോകുന്നു, അതിന് പകരമായിട്ട് 5000 രൂപ നമുക്ക് തരുന്നു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഫോർ ക്യാഷ്, വിറ്റത് ക്യാഷിനാണ്, വെറുതെ കൊടുത്തതല്ല, അല്ലെങ്കിൽ കടമായി കൊടുത്തതല്ല. ഫോർ ക്യാഷ്, ക്യാഷ് നമുക്ക് കിട്ടി, 5000 രൂപ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതും ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. കാരണം നമുക്ക് 5000 രൂപ ഇങ്ങോട്ട് കിട്ടി, അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് സാധനങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ആർക്കോ കൊടുത്തു, അയാളുടെ പേര്
പൈസ വാങ്ങി അയാൾക്ക് കൊടുത്തു. അടുത്ത സാലറി പെയ്ഡ് റുപ്പീസ് 10,000 റുപ്പീസ് സാലറി ആയിട്ട് പേ ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുത്താണ്. അവരെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് 10,000 രൂപ സാലറി ആയിട്ട് എംപ്ലോയീസ് കൊടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ട്രാൻസാക്ഷൻ നമുക്ക് അളക്കാൻ പറ്റും. 10,000 രൂപയാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയതെന്നുള്ളത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ട്രാൻസാക്ഷൻ. അടുത്ത ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം എ ലിമിറ്റഡ് 8,000. എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഫർണിച്ചർ കമ്പനിയാണ്. ആ ഫർണിച്ചർ കമ്പനിയിൽ നിന്ന് 8,000 റുപ്പീസിന്റെ ഫർണിച്ചർ വാങ്ങും. ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അസറ്റാണ്. നമ്മുടെ ബിസിനസ്സിൽ ആവശ്യമുള്ള ഒരു സാധനം. ആ ബിസിനസ്സിന് ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഫർണിച്ചർ വരുന്നു. അതേസമയം തന്നെ 8,000 റുപ്പീസ് നമ്മുടെ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫർണിച്ചർ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് പണപരമായ മൂല്യമുണ്ട്, നമുക്ക് അടക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതണം എന്നതാണ്. അടുത്തത് അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അനിൽ എന്ന് പറയുന്ന ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പുതുതായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അനിൽ എന്ന് പറയുന്ന ആള് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 60,000 രൂപ അയാള് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം 60,000 രൂപ ബിസിനസ്സിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിലേക്ക് 60,000 രൂപ ബിസിനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ തൊട്ട് ബിസിനസ് ട്രാൻസാക്ഷനെ കുറിച്ചും അതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ പണപരമായ മൂല്യമുള്ള ക്യാഷ് ആയിട്ടോ ക്രെഡിറ്റ് ആയിട്ടോ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം എന്ന് മാത്രം നമ്മളിപ്പം മനസ്സിലാക്കാം. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മണി ഓർ മണീസ് വർക്ക്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മണി ഓർ മണീസ് വർക്ക്. പണപരമായി അളക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ മണിയുടെ മൂല്യം, പണത്തിന്റെ മൂല്യമാണ്. മണീസ് വർക്ക് എന്ന് പറഞ്ഞാൽ പണപരമായി അല്ലെങ്കിൽ നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള എന്തെങ്കിലും സാധനങ്ങളോ. നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കും, അതിന് പകരമായി എന്തെങ്കിലും ഒരു സാധനമാണ് ഇങ്ങോട്ട് തരുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കണം. നമ്മൾ എന്ത് ചെയ്യും, 100 എന്തെങ്കിലും സാധനം നമ്മുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു സാധനമാണ് നമ്മൾ വിൽക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും സാധനം, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും ഒരു സാധനമാണ് തരുന്നത്, പൈസയ്ക്ക് പകരം വേറെ ഒരു സാധനമാണ് തരുന്നതെങ്കിൽ അതും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് കരുതാം. മണി ഓർ മണീസ് വർക്ക്. അടുത്ത, ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ. ചേഞ്ച് ഇൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കുറയും. കാരണം സാലറി കൊടുക്കുമ്പോൾ 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഫൈനാൻഷ്യൽ പൊസിഷൻ, ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കുറയുന്നു. അതേസമയം തന്നെ റെന്റ് ഇങ്ങോട്ട് ആരെങ്കിലും തരികയാണെന്ന് വിചാരിക്കുക, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് റെന്റ് ഇങ്ങോട്ട് ആരെങ്കിലും തരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്യാം. കാരണം നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് റെന്റ് കിട്ടും, പൈസ ഇങ്ങോട്ട് കിട്ടും. അടുത്തത്, എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ആസ്പെക്ട്. റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്ട്, 2 ആസ്പെക്ട് ഉണ്ട്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്റ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. 2 ആസ്പെക്ട് ഉണ്ട്. എല്ലാ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട് ഉണ്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. പിന്നീട് പഠിക്കും. ആഫ്റ്റർ ഈച്ച് ട്രാൻസാക്ഷൻ ദി ടോട്ടൽ അസറ്റ് ഓഫ് ഈച്ച് ബിസിനസ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ആണ് പഠിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഇത് ഇക്വേഷൻ പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിക്കാം. എക്സാമ്പിൾ, സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് 30,000. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറയുന്നത് ഈ ഓരോ ടേംസ് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ടേംസ് ആണ്. നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കുറേ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ടേംസ്, കുറേ ടേംസ്. ആദ്യമായിട്ട് അസറ്റ് എന്തൊക്കെയാണ്? അസറ്റ് എന്ന് പറയുന്നത് എന്താ? അസറ്റ് എന്താണ്? അസറ്റ് എന്നുള്ള ഹെഡിങ് തന്നിട്ടുണ്ട്. അസറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദീസ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ് ഇൻക്ലൂഡിംഗ് ദി എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്. അസറ്റ് ഹെൽപ്പ് ടു ജനറേറ്റ് ഇൻകം. അസറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ് അല്ലെങ്കിൽ പൊസിഷൻ ഓർ പ്രോപ്പർട്ടീസ്. ബിസിനസിന്റെ കൈവശമുള്ള മെറ്റീരിയൽ തിങ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പൊസിഷനായിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള ഫർണിച്ചർ ആവും, ബിൽഡിംഗ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെറ്റീരിയൽ തിങ് ആണ്. അങ്ങനെ
ബിസിനസിന്റെ കൈവശമുള്ള ആസ്തികളെല്ലാം തന്നെ നമുക്ക് അസറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ക്യാഷ് അസറ്റാണ്, അതേപോലെ ബാങ്ക് ബാലൻസ് അസറ്റാണ്, ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് അസറ്റാണ്, അതേപോലെ എൻ്റെ ഒരു പേന ഉണ്ടെങ്കിൽ അത് അസറ്റാണ്, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് അസറ്റാണ്. അപ്പം ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയലായിട്ട് ഉള്ള പൊസഷൻ എല്ലാം പൈസയുടെ വാല്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അസറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കും. അസറ്റ് നമ്മുടെ എന്തിനാണ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്? ബിസിനസ്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ബിസിനസ് അത് ഉപയോഗിച്ചിട്ട് കൂടുതലായിട്ട് പൈസ ഉണ്ടാക്കുന്നത്. ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കാനുള്ള ഉപാധിയാണ് അസറ്റ് എന്ന് പറയുന്നത്. കാരണം ബിസിനസ്സിൽ ഈ അസറ്റ് ഉപയോഗിച്ച് ഫർണിച്ചർ അല്ലെങ്കിൽ മെഷീനറി ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, പിന്നീട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. പ്രൊഡക്ഷൻ നടത്തുന്നു, അത് വിൽക്കാനായിട്ട് പൈസ ഉണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ അസറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ കാർ, ക്യാഷ്, സ്റ്റോക്ക് ഓൺ ബൈ എ ബിസിനസ്. കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഫിസിക്കൽ പൊസഷൻ, നമ്മുടെ കൈവശമുള്ള അസറ്റ്, ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മോട്ടോർ കാർ, ക്യാഷ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളുടെ നമ്മൾ വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതൊക്കെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓൺഡ് ബൈ എ ബിസിനസ്, ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ. റൈറ്റ് ഇൻ certain things called intangible assets such as goodwill, patent, trademark, etc. possessed by the business. അതും അസറ്റുകളായിട്ട് നമുക്ക് പരിഗണിക്കണം. ചില സാധനങ്ങളിലുള്ള അവകാശം, അതായത് നമ്മുടെ കൈവശമുള്ള പേറ്റന്റ്, ഗുഡ്വിൽ, അങ്ങനെയുള്ള ട്രേഡ് മാർക്ക്, ഇതൊക്കെ നമുക്ക് അസറ്റായിട്ട് പരിഗണിക്കണം. അതേപോലെ തന്നെ എമൗണ്ട് ഡ്യൂ ടു ദി ബിസിനസ് ഫ്രം അതേഴ്സ് ലൈക്ക് ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ, അപ്രൂവ്ഡ് ഇൻകം, ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പിന്നീടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മളുടെ അസറ്റാണ്, ആരുടെയും കൈവശമുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ആരെങ്കിലും നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ട്, കടമായി നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കടമായി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും. അവരെ നമ്മുടെ ഒരു അസറ്റാണ്. കാരണം അവർ ഇങ്ങോട്ട് പൈസ തരാനുണ്ട്, അതുകൊണ്ട് അവരെയും നമ്മളൊരു അസറ്റാണെന്ന് പറയണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ മെറ്റീരിയലായിട്ട് തന്നെ നമുക്ക് ടച്ച് ചെയ്യാനും ടാൻജിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്ന അസറ്റുകൾ, ബിൽഡിങ്, അതേപോലെ തന്നെ ക്യാഷ്, അതേപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള ഫർണിച്ചർ, അതേപോലെ തന്നെ മെഷീൻസ്, ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. രണ്ടാമത്തെ ഇൻടാൻജിബിൾ അസറ്റാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പേറ്റന്റ് റൈറ്റ് ആവാം, ഗുഡ്വിൽ ആവാം, ട്രേഡ് മാർക്ക് ആവാം. നമുക്കറിയാം പല സ്ഥാനങ്ങളുടെയും ട്രേഡ് മാർക്കുകൾ ചില സ്ഥാപനങ്ങളുടെയൊക്കെ പേര്, ഇപ്പോൾ മോട്ടോറോള ആണെങ്കിൽ അതേപോലെ ഒരു ചിഹ്നമുണ്ട്, അതേപോലെ തന്നെ LG ആണെങ്കിൽ അതിനൊരു പ്രത്യേക ചിഹ്നമുണ്ട്. അതിനൊക്കെ ട്രേഡ് മാർക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും. സൈഡിൽ R എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ട്രേഡ് മാർക്ക്. അതേപോലെ പേറ്റന്റ് റൈറ്റുകൾ, ഒരു എന്തെങ്കിലും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേറ്റന്റ് റൈറ്റുകൾ, അതേപോലെ കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ്, ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ചെറുതായിട്ട് പറയാം. ഒരു സ്ഥാപനത്തിന് കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു ഗുഡ്വിൽ ഉണ്ടാകും. ആ സ്ഥാപനത്തിന് എപ്പോഴും ഒരു ഗുഡ്വിൽ ഉണ്ട്. ആ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അറിയാം അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങും. നമുക്കറിയാം നമ്മുടെ ടൗണിലാണെങ്കിൽ രാമനാട്ടുകാർ അല്ലെങ്കിൽ എടവണ്ണപ്പാറയൊക്കെ പോയി കഴിഞ്ഞാൽ മമതാ ബേക്കറി ഭയങ്കര ഫേമസ് ആണ്. ആ പേര് തന്നെ ഫേമസ് ആണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോപ്പീസ് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ബ്രാൻഡ്. ഈ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തമായിട്ട് ഷോറൂം കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഒരു ഷോറൂം എടുക്കാം. അവരുടേതായിട്ട് ഷോറൂം എക്സ്ക്ലൂസീവായിട്ട് അവരുടെ പ്രൊഡക്റ്റ് മാത്രം എല്ലാ സാധനങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് വേണ്ട 0 ഉണ്ടായ കുട്ടി മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ പ്രൊഡക്റ്റും അവർ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ പ്രൊഡക്റ്റ് മാത്രം വിൽക്കുന്ന ഷോറൂം തുടങ്ങും. അപ്പം അതിന് വേണ്ടത് ഈ ഓഫീസിൽ നിന്നുള്ള പേര് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം. 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ ഓഫീസിൽ നിന്നുള്ള പേര് ഇവിടെ നിങ്ങളുടെ കടയുടെ മുന്നിൽ വലിയ ബോർഡ് വെക്കാനായിട്ട് അവർ സമ്മതിക്കും. ആ പേര് വെക്കുന്നതിന് മാത്രമായിട്ടാണ് അവർ ആ പേര് അത്രയും 10 ലക്ഷം രൂപ ചാർജ് ചെയ്യും. സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഫർണിഷിംഗ് ഒക്കെ അവർ പറയുന്ന പോലെ തന്നെ ഫർണിഷ് ചെയ്യേണ്ടി വരും. അതൊക്കെ നിർബന്ധമാണ്. പിന്നെ എൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ 20% ലാഭം അവർക്ക് നമുക്ക് കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പേര് വെക്കുന്നതിന് മാത്രമായിട്ട് അവർക്ക് 10 ലക്ഷം രൂപയോളം ചാർജ് ചെയ്യും.
ഫേമസ് ആണ്. അത് ഇതിന്റെ പരസ്യം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ പേര് കണ്ട് തന്നെ ആൾക്കാർ വരും. അപ്പൊ അതിനെയാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അത് ഒരു അസറ്റാണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം രൂപയ്ക്കാണ് ഒരു ടൗണിൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് അവർ കൊടുക്കുന്നത്. അപ്പം 10 ലക്ഷം രൂപ അങ്ങനെ ഒരു ടൗണിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഈ ഗുഡ്വിൽ ഇനത്തില് സ്ഥാപനത്തിന് ഓഫീസിന്റെ കമ്പനിക്ക് കൊടുക്കേണ്ട എമൗണ്ട്. ഗുഡ്വില്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്, നമുക്ക് കാണാൻ പറ്റാത്ത. കോപ്പിറൈറ്റ്, അതുപോലെ പേറ്റന്റ് റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. 3 തരത്തിലുള്ള അസറ്റാണ് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് നമ്മൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അതും അസറ്റാണ്. ആരെങ്കിലും നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ അതും നമ്മളൊരു അസറ്റായിട്ട് പരിഗണിക്കും. കാരണം അവർ നമുക്ക് എന്തെങ്കിലും പൈസ തരും, അതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് പൈസ വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതും ഒരു അസറ്റായിട്ട് പരിഗണിക്കും. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിലേക്ക് നോക്കുന്നില്ല. പിന്നീട് അത് എൻ്റെ സമയത്ത് ഒരു 3ാമത്തെ ചാപ്റ്റർ മുതൽ എക്സാമ്പിൾസ്, ഈ രീതിയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. അപ്പോൾ തൽക്കാലം 3 തരത്തിലുള്ള അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കൈവശമുള്ള ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആവാം, നമ്മുടെ കൈവശമുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ആവാം, കാണാൻ സാധിക്കാത്ത ഗുഡ്വിൽ പോലുള്ള അസറ്റുകളാവാം, ട്രേഡ് മാർക്ക് പോലുള്ള സാധനങ്ങളാവാം. അതേപോലെ തന്നെ ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ അതാവാം. ഇതെല്ലാം തന്നെ ഒരു അസറ്റായിട്ട് പരിഗണിക്കും. അടുത്തത് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. അസറ്റിനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഇതിലേക്ക് പോകാം. ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോട്ട് മാത്രം നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചു നോക്കാം. കൂടുതലായിട്ട് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് നോട്ട് എഴുതി അയക്കണമെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. നോൺ കറണ്ട് അസറ്റ് എന്താണ്? നോൺ കറണ്ട് അസറ്റ് റെഫേഴ്സ് ടു ദോസ് അസറ്റ് which are held for continued use in the business for the purpose of producing goods or service and are not meant for sale. Not meant for sale. Non-current assets are held by the business for a long-term point of view. Non-current asset എന്ന് പറയുന്നത് ഒരു ബിസിനസ് കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന അസറ്റുകളെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. നോൺ കറണ്ട് അസറ്റിനെക്കാളും എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഫിക്സഡ് അസറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഫിക്സഡ് അസറ്റ്, ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, കുറെ ടൈമിലേക്ക് കണ്ടിന്യൂഡ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. അതായത് ഒരു ഫർണിച്ചറാണ്, ഒരു മെഷീനറിയാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ്, ഒരു ലാൻഡാണ്. ഇതൊക്കെ ബിസിനസ്സിൽ കണ്ടിന്യൂസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ മെഷീനറി കൊടുക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാനായിട്ട് വാങ്ങിയതല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് ആ മെഷീനറി കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഷീനറി കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, നമ്മുടെ താഴെയുള്ള വെട്ടിക്കട ചായ ഒക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ അവിടെ മുട്ടായി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പഴംപൊരിയൊക്കെ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ മുരളിയേട്ടനോട് ചെന്നിട്ട് ആ ഇതുണ്ടാക്കുന്ന ബോണ്ട ഉണ്ടാക്കുന്ന ആ ചട്ടി കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ അവസ്ഥ? അയാളെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് അസറ്റാണ്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റാണ്. അയാളുടെ ഒരു പ്രത്യേക അസറ്റാണ്. അത് ഉപയോഗിച്ച് മാത്രമേ അയാൾക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലെ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ഉണ്ടാകും. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവില് കുറേ കാലത്തേക്ക് ആ ബിസിനസ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സാണ് ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് അസറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഫിക്സഡ് അസറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ് കുറേ കാലത്തേക്ക് നമ്മളത് യൂസ് ചെയ്യും. കുറേ കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യും. എക്സാമ്പിളായിട്ട് ഇവിടെ എക്സാമ്പിൾസ് പറയുന്നത് ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ്,
എല്ലാം തന്നെ. അതേപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ബാങ്കിലൊക്കെ ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഫിക്സഡ് അസറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നോൺ കറണ്ട് അസറ്റ് എന്നുള്ള പേര് നമ്മളൊന്ന് ഒഴിവാക്കാൻ തൽക്കാലം ഫിക്സഡ് അസറ്റ് എന്നുള്ള പേര് നമ്മൾ പറയുന്നത്. ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ്. സ്ഥിരമായി നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന, വിൽക്കാൻ ഉദ്ദേശിക്കാത്ത അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് അസറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളെ ബിസിനസ് റൺ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ആയിട്ട് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, മോട്ടോർ വെഹിക്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഫിക്സഡ് അസറ്റ്. അടുത്ത കറണ്ട് അസറ്റ്. ആദ്യം നോൺ കറണ്ട് അസറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പറഞ്ഞു. അടുത്ത കറണ്ട് അസറ്റ്. Current assets are those assets which are meant for sale or which can be converted into cash within a year. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളെയാണ് ഫിക്സഡ് അസറ്റ്. പക്ഷേ ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല, അത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അത് ക്യാഷ് ആയിട്ട് മാറും, അല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് മാറും, കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു വർഷം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്യാഷ് ആയിട്ട് മാറ്റും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി, പലതരത്തിലുള്ള മെറ്റീരിയൽസ് വാങ്ങി, ഇത് അസംബിൾ ചെയ്തിട്ടൊരു ബൾബ് ഉണ്ടാക്കി. ആ ബൾബ് എന്ത് ചെയ്തു, വിൽക്കുന്നു. അപ്പോൾ അത് ഒരു കറണ്ട് അസറ്റ് ആണ് പറയാനായിട്ട് സാധിക്കും. ഒരു ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു ബൾബ് കമ്പനിയാണെങ്കിൽ അതിന്റെ കുറെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നു. ആ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇതെല്ലാം കൂടി ഒരു കൂട്ടിച്ചേർത്തിട്ട് ഒരു ബൾബാക്കി മാറ്റുന്നു. എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് അവർ വിൽക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളെല്ലാം തന്നെ റോ മെറ്റീരിയൽസ് ആണ്, ഇതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ്, കറണ്ട് അസറ്റുകളാണ്. ഇതെല്ലാം കറണ്ട് അസറ്റുകളാണ്. പക്ഷെ ഈ ബൾബ് ഉണ്ടാക്കുന്ന മെഷീൻ ആണെങ്കിലോ, ബൾബ് ഉണ്ടാക്കുന്ന മെഷീൻ അവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫിക്സഡ് അസറ്റാണ്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റാണ്. അപ്പം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ബൾബ് ഉണ്ടാക്കുന്ന പാർട്സുകളല്ല, ബൾബിന്റെ പാർട്സുകളെല്ലാം തന്നെ കറണ്ട് അസറ്റുകളാണ്. ആ കറണ്ട് അസറ്റുകളെല്ലാം തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ബൾബാക്കി മാറ്റുന്നു. ബൾബാക്കി മാറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കൺവേർട്ടഡ് ഇൻടു ക്യാഷ് ആയിട്ട് മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് ആർ പർച്ചേസ്ഡ് വിത്ത് പർപ്പസ് ഓഫ് റീസെയിൽ ആൻഡ് ഏൺ പ്രോഫിറ്റ്. ഗുഡ്സ് സാധനങ്ങൾ വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി വലിയ വിലയ്ക്ക് അത് വിൽക്കുന്നു, അല്ലെങ്കിൽ അത് വേറൊരു മെറ്റീരിയലാക്കി മാറ്റിയിട്ട് നമ്മൾ വിൽക്കുന്നു. ഡെറ്റേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ്. ഡെറ്റേഴ്സ് ക്യാഷ് ആയിട്ട് മാറ്റും. കാരണം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ അവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതും കറണ്ട് അസറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അവർ നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് എന്തെങ്കിലും ഉടനെ തന്നെ അവർ തരും. കാരണം കുറെ കാലം 2-3 മാസമൊക്കെ കടമായിട്ട് സാധനങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ക്യാഷ് ചോദിക്കും. അങ്ങനെയുള്ള അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള അസറ്റുകളെ പറഞ്ഞു. ഫിക്സഡ് അസറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫിക്സഡ് അസറ്റ് സ്ഥിരമായ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ റീസെയിലിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ബിസിനസ് തന്നെ അത് ഉപയോഗിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫർണിച്ചർ, അതേപോലെ തന്നെ മെഷീനറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, ഫോർ സെയിലാണ്. നമ്മൾ വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് പല സാധനങ്ങളായിട്ട് വാങ്ങുന്നു. അത് നമ്മുടെ ഫിക്സഡ് അസറ്റ് ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുന്നു, അത് അസംബിൾ ചെയ്തിട്ട് അത് വിൽക്കുന്നു. ഉടനെ തന്നെ ക്യാഷ് ആയിട്ട് മാറ്റി, അത് വിറ്റ് ക്യാഷ് ആക്കി മാറ്റി. അങ്ങനെയുള്ള അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽ റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ബാങ്ക്, ഇതെല്ലാം തന്നെ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്റ്റോക്ക്, അതേപോലെ നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക്, ബൾബിന്റെ അസംസ്കൃത വസ്തുക്കൾ, ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം. സോപ്പ് കമ്പനിയാണെങ്കിൽ സോപ്പിനെ സംബന്ധിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ എന്ത് ചെയ്യും, ഒരു സോപ്പ് കമ്പനിയുടെ കറണ്ട് അസറ്റുകളാണ്. അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കൈവശമുള്ള ക്യാഷ്, പോക്കറ്റിലുള്ള ക്യാഷ്, ബാങ്കിലുള്ള ക്യാഷ്, അതെല്ലാം തന്നെ. അതേപോലെ ഡെറ്റേഴ്സ്, ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റാണ്. ബിൽ റിസീവബിൾ എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കും. ബിൽ റിസീവബിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടാവും, നമ്മൾ പിന്നീട് പഠിക്കും. അടുത്ത ഏരിയ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നുള്ളതാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നുള്ളത് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. ആ
neither tangible asset or intangible asset. They are losses not written off in the year in which they are incurred, but in more than one accounting year. Fictitious asset എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. neither tangible asset or intangible asset. ഒരു അസറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിലും വേണ്ടിയിട്ട്, ഒരു അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ ബുക്സിലൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, താൽക്കാലികമായി നമ്മളൊരു അസറ്റുകൾ ആണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്കിൽ എഴുതുന്നുണ്ട്. അത് ലോ പ്രകാരം, അക്കൗണ്ടിങ് ലോ പ്രകാരം നമ്മൾ അത് എഴുതുന്നതാണ്. പക്ഷെ അതെന്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസറ്റായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ലോ പ്രകാരം നമ്മൾ എഴുതാൻ നിർബന്ധിതരായിട്ടുള്ള അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ബൈ ലോ വി ആർ ലയബിൾ ടു റൈറ്റ് ദീസ് അസറ്റ്സ് ഇൻ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെയുള്ള അസറ്റുകളെ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാൻ സാധിക്കും. 3 തരത്തിലുള്ള അസറ്റുകളെ കുറിച്ച് പറഞ്ഞു. നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, അങ്ങനത്തെ 3 തരത്തിലുള്ള അസറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫിക്സഡ് അസറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എത്ര മാത്രമേ ഉള്ളൂ, ഫിക്സഡ് അസറ്റിനെ കുറിച്ച് എത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് കറണ്ട് അസറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് കറണ്ട് അസറ്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. കറണ്ട് അസറ്റുകൾ എന്തൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഇതൊക്കെ കറണ്ട് അസറ്റാണ്. അത് തന്നെ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ. കറണ്ട് അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്. ഇതിന്റെ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്താണ്, 3 തരത്തിലുള്ള അസറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ നോൺ കറണ്ട് അസറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകളെ കുറിച്ച് നമുക്ക് ആദ്യമായി പറയാം. ഫിക്സഡ് അസറ്റുകളെ കുറിച്ച് ആദ്യമായി പറയാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ 2 തിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിനെ 2 നമ്മൾ തിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും, അങ്ങനെ 2 തിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ, കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ സാധിക്കുന്ന അസറ്റുകളും അതേപോലെ തന്നെ കാണാൻ സാധിക്കാത്ത അസറ്റുകളും. കാണാൻ സാധിക്കില്ല, ടച്ച് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള അസറ്റുകൾ. അങ്ങനെ 2 നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം ഫിക്സഡ് അസറ്റിനെ 2 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും, കാണാൻ സാധിക്കുന്നത്, ടച്ച് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളും ഇൻടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാനായിട്ട് സാധിക്കാത്ത അസറ്റുകൾ. അങ്ങനെ 2 നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ടാഞ്ചിബിൾ അസറ്റിനെ നമുക്ക് പ്രത്യേകതര അസറ്റുകളാണ്. അത് ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ്, ഫിസിക്കലായിട്ട് നമുക്ക് അതിനെ കാണുകയും ചെയ്യാൻ, ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഫിസിക്കലായിട്ട് നമുക്ക് അവരെ കാണുകയും ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അസറ്റുകൾ ടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടും. They can be seen and touched. നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതേപോലെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബിൽഡിങ്, അതേപോലെ തന്നെ മെഷീനറി, ഫർണിച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഫിക്സഡ് അസറ്റുകളാണ്, ടാഞ്ചിബിൾ അസറ്റുകൾ. ഫിക്സഡ് അസറ്റിലെ 1ാമത്തെ ക്ലാസിഫിക്കേഷൻ ടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും, ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫിക്സഡ് അസറ്റ് ആണ് അത്. ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് കാണാനായിട്ട് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. 2ാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള 2ാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കാത്ത, ടച്ച് ചെയ്യാനായിട്ട് സാധിക്കാത്ത അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അത് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അസറ്റ് ഉണ്ട്, അതിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ബിസിനസ്സിലുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ, അത് കാണാനായിട്ടും അതിനെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഒരു പേറ്റന്റ് റൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്വില്, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഗുഡ്വിൽ ആ സ്ഥാപനത്തിന്റെ. കാരണം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫർമാണ്. മമത ബേക്കറിക്ക് ഗുഡ്വിൽ ഭയങ്കര ഗുഡ്വിലാണ്. ആ സ്പേസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എടവണ്ണപ്പാറ അല്ലെങ്കിൽ അരീക്കോട് ഒക്കെ ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അവിടെ മമത ബേക്കറി ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർ എന്ത് അവിടെ പോയി സാധനങ്ങൾ വാങ്ങും. എന്ത് സാധനമാണെങ്കിലും അവിടെ ഒരു വിശ്വാസം. അപ്പൊ
അതിനാണ് ആ റെപ്യൂട്ടേഷൻ പറയുന്ന പേരാണ് എൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പം ആ പേര് വെച്ചിട്ട് രാമനാട്ടുകര ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ തേടി ചെന്ന് സാധനങ്ങൾ വാങ്ങും. അതിനെയാണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും ആ റെപ്യൂട്ടേഷൻ ഗുഡ്വിൽ ഉണ്ട്. KFC പോലുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങൾക്കും ഈ രീതിയിലുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്, ഗുഡ്വിലുണ്ട്. അതേപോലെ തന്നെ പേറ്റന്റ് റൈറ്റ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ വിൻഡോസിന്റെ ഒക്കെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറിനൊക്കെ തന്നെ നല്ല പൈസ കൊടുക്കണം. ടാലി പോലുള്ള സോഫ്റ്റ്വെയറിനൊക്കെ 40,000-50,000 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിന് ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് അവിടെ ഒരു പ്രസൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണാനോ തൊടാനോ സാധിക്കാത്ത ഇതാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ അസിസ്റ്റൻസ്. ഫിസിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് ഇല്ല, പക്ഷെ അതിന്റെ ഒരു സാന്നിധ്യം നമുക്ക് ബിസിനസ്സിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫിക്സഡ് അസറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, കാണാൻ സാധിക്കുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ അതിന്റെ സാന്നിധ്യം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് പേറ്റന്റ് അങ്ങനത്തെ കാര്യങ്ങൾ. Like tangible asset, intangible assets also helps to generate income for the firm. Tangible asset പോലെ തന്നെ intangible asset ബിസിനസ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഗുഡ്വിൽ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന സാധനങ്ങൾ വാങ്ങും. അപ്പം ദൂരെ നിന്ന് പോലും ഈ മമതാ ബേക്കറിയിലേക്ക് ആൾക്കാർ വരും. അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ ഷോറൂം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് ചിലപ്പോൾ കോഴിക്കോട് ഷോറൂം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവിടേക്ക് തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യും. ഇൻടാഞ്ചിബിൾ അസറ്റും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്, ഇൻകം ഉണ്ടാക്കി തരുന്നതാണ്. കാരണം ആ റെപ്യൂട്ടേഷൻ, ആ ഗുഡ്വിൽ അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ്, ഒരു ട്രേഡ് മാർക്ക്, അതൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് പേറ്റന്റ്, ബിസിനസ്മാൻ ഏബിൾ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് ഗുഡ്വിൽ ഹെൽപ്പ് ഇൻ അട്രാക്ടിങ് കസ്റ്റമേഴ്സ് ഈസി. ഒരു പേറ്റന്റ് റൈറ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനുള്ള പേറ്റന്റ് റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേറ്റന്റ് റൈറ്റ് ഉപയോഗിച്ചിട്ട് ബിസിനസ്സുകാരനെ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അതേപോലെ വിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് കൂടുതലായിട്ട് അയാൾക്ക് പൈസ ഉണ്ടാക്കാം, കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഇവിടെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് തരത്തിലുള്ള അസറ്റ്, ഫിക്സഡ് അസറ്റിനെ